MA ബേബി EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്നുള്ള ആദ്യ ജനറൽ സെക്രട്ടറിയാണ്. ഒരു മലയാളി വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുകയാണ്. ഇനി PBയിലേക്ക് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആര് എന്നൊക്കെയാണ് അറിയേണ്ടത്. PBയിൽ എന്തായാലും കേരളത്തിൽ നിന്ന് പുതുതായി ആരുമില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ തേടണം. ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, PBയിലേക്ക് കേരളത്തിൽ നിന്ന് പുതുതായി ആരുമില്ല. KK ശൈലജയുടെയൊക്കെ പേര് നേരത്തെ പരിഗണിക്കുമെന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും U വാസുകിയും അതുപോലെ മറിയം ധാവളയുമാണ് PBയിലേക്ക് വനിതകൾ എന്നുള്ള നിലയിൽ എത്താൻ പോകുന്നത്. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരെയൊക്കെ പ്രതീക്ഷിക്കണം ബൽറാം? റിജിത്ത്, നേരത്തെ തന്നെ കേരളത്തിൽ നിന്ന് ചില പേരുകൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഇത്തവണ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന തലത്തിൽ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ എടുത്ത തീരുമാനമനുസരിച്ച് കേരള ഘടകത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതിയതായും ആരുമില്ല. എന്നാൽ മലയാളിയായ ബിജു കൃഷ്ണൻ, അദ്ദേഹം പാർട്ടി സെന്ററിൽ പ്രവർത്തിച്ചു വരികയാണ്. കിസാൻ സഭ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താൻ തീരുമാനം ആയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ അരുൺകുമാർ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ്. ബിജു കൃഷ്ണനും കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ്. അരുൺകുമാർ, ബിജു കൃഷ്ണൻ, ഇതുകൂടാതെ U വാസുകി, തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം U വാസുകി, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവാണ് U വാസുകി. ഒപ്പം തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറിയം ധാവളയെയും പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താൻ തീരുമാനമായിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ കിസാൻ സഭ നേതാവും രാജസ്ഥാനിൽ നിന്നുള്ള ലോക്സഭാ അംഗവുമായ അംറാം റാമിനെയും പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ബംഗാളിൽ നിന്നും സൂര്യകാന്ത് മിശ്ര ഒഴിയുന്ന പ്രായപരിധിയെ തുടർന്ന് ഒഴിയുന്ന ഒഴിവിലേക്ക് ശ്രുദീപ് ഭട്ടാചാര്യയെയാണ് പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ ഘടകം ശ്രുദീപ് ഭട്ടാചാര്യയെ ഉൾപ്പെടുത്താൻ എന്നുള്ള ധാരണയായിരുന്നു. ഇക്കാര്യം അറിയിച്ചെങ്കിലും ശ്രുദീപ് ഭട്ടാചാര്യ യുവാക്കൾക്ക് അവസരം നൽകണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നെങ്കിലും അത് പരിഗണിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരം. ഒപ്പം തന്നെയാണ് ത്രിപുരയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരിന് പകരമായി നിലവിലെ സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ ജിതേന്ദ്ര ചൗധരിയെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താനും തീരുമാനമായിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോയിൽ മുൻ ജനറൽ സെക്രട്ടറി, അന്തരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടേത് അടക്കമുള്ള 7 ഒഴിവുകളാണ് ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തവണയും ഇളവ് നൽകാൻ തീരുമാനമായിരിക്കുന്നു. അക്കാര്യവും കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ 7 പുതിയ അംഗങ്ങൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയിരിക്കുന്നു. കേരള ഘടകത്തിൽ നിന്ന് അംഗങ്ങളില്ല എങ്കിൽ പോലും മലയാളിയായ ബിജു കൃഷ്ണൻ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.